വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് അവേഴ്സ്. നമ്മൾ വീണ്ടും കാക്കനാട് കൊച്ചി സ്മാർട്ട് സിറ്റിയിലേക്ക് പോവുകയാണ്. അവിടെ കെട്ടിട നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കമ്പി കൊണ്ടുണ്ടാക്കിയ തട്ട് തകർന്നു വീണ് ഒരാൾ മരിച്ചു. 2 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ട്. ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലേബി, നിസ്സാര പരിക്കെന്നാണ് നമുക്ക് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരാളുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മരിച്ചത് ആര് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നമുക്ക് വൈകാതെ തന്നെ അത് നൽകാൻ സാധിക്കും. ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് ഒടുവിൽ അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 6 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമെന്നും പറയുന്നുണ്ട്. കാക്കനാട് സൺറൈസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ദൃശ്യത്തിൽ കണ്ട ആളാണ് മരിച്ചത്. അയാളെയാണ് ഒടുവിൽ ഇതിനിടയിൽ നിന്ന് എടുത്തത്. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി ജോലി ചെയ്യുന്ന ഒരിടം തന്നെയാണ് ഇത്. ഇവിടെ കുറേ നാളായി ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയായിരുന്നു. ഈ ഭാഗത്ത് സീലിംഗ് അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവിടുത്തെ ഈ ഭിത്തിയുടെ സൈഡ് വർക്കും ബാക്കി സീലിംഗ് വർക്കുകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഇത് തട്ട് തെന്നി താഴേക്ക് വീണത്. ഈ വീഴ്ച കണ്ട് ഇതിന് ചുറ്റും ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. അവർ ഓടി മാറിയത് കൊണ്ടാണ് അപകടത്തിൻ്റെ കാഠിന്യം കുറഞ്ഞത് എന്ന് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നവർ പറയുന്നുണ്ട്. ഏതായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ട കാര്യം. ഇത്തരത്തിൽ ഇതുപോലുള്ള നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള കമ്പികൾ കെട്ടിയാണ് ഈ തട്ടുകൾ ഉയർത്താറുള്ളത്. അത് കെട്ടിടം പണി നടക്കുന്ന എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും അവിടെയും കൃത്യമായി എത്ര അധികം തൊഴിലാളികൾ കയറി നിന്ന് ജോലി ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇവിടെ രാവിലെയോടെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനമാണ്. രാവിലെ നമ്മൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരിക്കൽ കൂടി ഈ അപകടം ഉണ്ടായതിനെക്കുറിച്ച് ലേബി വൈകിയെത്തിയ പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി നമുക്ക് ആ സംഭവ സ്ഥലത്ത് ആദ്യം എത്തിയത് ലേബിയാണ്. അപ്പോൾ അവിടെ നേരിട്ട് കണ്ട കാര്യങ്ങൾ, അതായത് ലേബി എത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് ഏറ്റവും അടിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന തൊഴിലാളിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ തട്ടിനടിയിലേക്ക് അയാൾ പതിക്കുകയായിരുന്നു. കൊണ്ടുപോകുമ്പോൾ അയാളുടെ അവസ്ഥ എന്തായിരുന്നു? എത്ര പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്? ലേബി. സുജയ, രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. സ്മാർട്ട് സിറ്റിയുടെ ഒരു കെട്ടിടത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്മാർട്ട് സിറ്റി, കാക്കനാട് സ്മാർട്ട് സിറ്റിയിലുള്ള ഇൻഫോ പാർക്കിനകത്തുള്ള സ്മാർട്ട് സിറ്റിയിലെ ഒരു കെട്ടിടത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്തിരുന്നത്. ഇവർ ഈ കെട്ടിടത്തിൻ്റെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സീലിംഗ് ജോലികളും ഇതിൻ്റെ ഭിത്തിയുടെ നിർമ്മാണവുമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായി കയറിയ താൽക്കാലികമായി കമ്പി കൊണ്ട് തയ്യാറാക്കിയ തട്ടായിരുന്നു. അത് ഉയർത്തി അവിടെ കയറി നിന്ന് ജോലി ചെയ്ത തൊഴിലാളികൾ 6 പേർ താഴേക്ക് ഇത് തെന്നി വീണ് പതിക്കുകയായിരുന്നു. ഇതിലെ ഏറ്റവും അടിയിൽപ്പെട്ട ആളാണ് ഇപ്പോൾ മരിച്ചത്. എല്ലാവരും അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. ബാക്കി പരിക്കേറ്റ 5 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാക്കനാട് സൺറൈസ് ആശുപത്രിയിലാണ് അവരുള്ളത്. ഇതിലൊരാളുടെ നില ഗുരുതരമാണ് എന്നുള്ള കാര്യവും അറിയുന്നുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവരെല്ലാവരും ഇവിടെ കുറേ കാലമായി താമസിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഇതിന് സമീപത്ത് താമസിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ വന്ന ഘട്ടത്തിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ പണിതിരുന്ന മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളും ഇവിടെ മുകളിൽ സീലിംഗിന്റെ വർക്ക് അവിടെ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പൈപ്പുകൾ പൂർണ്ണമായും ഇപ്പോൾ താഴേക്ക് പതിച്ചിരിക്കുന്നതൊക്കെ വളഞ്ഞു മുടിഞ്ഞുമൊക്കെ കിടക്കുന്നതാണ് ദൃശ്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലേബി, അവിടെ കാണുന്നത് എന്താണ്? ഈ പൈപ്പുകളെല്ലാം വളഞ്ഞ് അതിനടിയിലായി പോയിരുന്നോ ഈ മരിച്ച തൊഴിലാളി? സുജയ, നമ്മൾ ഇത് കണ്ടല്ലോ, ഇതുപോലുള്ള ഈ കമ്പിയാണ്. ഈ കമ്പിയുടെ വലിപ്പം ശ്രദ്ധിച്ചല്ലോ. ഈ കമ്പി ഇപ്പോൾ ഇത് താഴേക്ക് വീണപ്പോഴേക്കും പൂർണ്ണമായി വളഞ്ഞ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുള്ള കമ്പിയാണിത്. ഇത്തരം കമ്പിയാണ് ഇതുപോലുള്ള താൽക്കാലിക തട്ടുയർത്താനായി മുഴുവൻ കെട്ടിടം നിർമ്മിക്കുന്നവരെല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത്. ഇത് താഴേക്ക് മുകളിൽ നിന്ന് ഈ ഷീറ്റ് തെന്നി താഴേക്ക് പോകുന്നതോടുകൂടി ഇതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം തെന്നി മാറുകയായിരുന്നു. ഇതെല്ലാം വളഞ്ഞ് ഒടിഞ്ഞ് ഈ കമ്പികളെല്ലാം താഴേക്ക് പതിച്ചു. ഇതിനേറ്റവും അടിയിൽപ്പെട്ട ആളാണ് മരിച്ചത്. ബാക്കിയുള്ളവർക്ക് ഈ പരിക്കേറ്റവരിലും ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ നില അപകടമാണ്. ഇപ്പോൾ അപകട നില തരണം ചെയ്തിട്ടില്ല, ഗുരുതരാവസ്ഥയിലാണ് ഒരാൾ. ഇതിനകത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാകും എല്ലാ കമ്പികളും വളഞ്ഞു ഒടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പികളൊക്കെ ഈ സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്ന ഇതിന് കൃത്യമായ അളവിലുള്ള കമ്പികളാണോ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ഇത്തരത്തിലുള്ള തട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള നീല കമ്പികളാണ്. ഈ കമ്പികളിൽ ചിലതിൻ്റെ ഞാൻ നേരത്തെയും അത് കൃത്യം നമ്മുടെ വാർത്തയിൽ കാണിച്ചു, വൈകി വന്ന പ്രേക്ഷകർക്കായി ഒന്നുകൂടി പറയുകയാണ്. ഇത്തരം തട്ടടിക്കുമ്പോൾ ശ്രദ്ധിക്കുക,
ശ്രദ്ധിക്കേണ്ട, മുകളിൽ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ തുരുമ്പിച്ച ഈ താഴേക്ക് വരുമ്പോൾ നല്ല നീല നിറത്തിൽ അത്യാവശ്യം പഴക്കമില്ലാത്തതെന്ന് തോന്നിയാലും മുകളിലെ കമ്പികളൊക്കെ തുരുമ്പിച്ചിരിക്കുന്നു. ആ കമ്പികളുടെ മേലെയാണ് ഇത്തരത്തിൽ അടുക്കി ഷീറ്റുകൾ ഇട്ടിരിക്കുന്നത്. ആ ഷീറ്റുകളൊന്നും തന്നെ ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഒക്കെ പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ ബാക്കി ഈ കമ്പികൾ മാത്രമാണ് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ഇങ്ങോട്ട് നോക്കിയാൽ സുജയ ഒന്ന് ദൃശ്യത്തിലേക്ക് നോക്കുക. ഇത്തരം ഇതുകൊണ്ട് ഇത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പികളുടെ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുകളിലേക്ക് ചെയ്യുമ്പോൾ ഇത് ഓരോ ഭാഗവും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ കൂട്ടി യോജിപ്പിച്ച കമ്പികൾ ഉയർത്തി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ ഷീറ്റുകൾ വെറുതെ അടുക്കിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് തെന്നി വീണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇവിടെ എടുത്തിരുന്നില്ല എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് അനുമാനിക്കാൻ. ഏതായാലും ബാക്കി കാര്യങ്ങളെല്ലാം ഇതിന്റെ കെട്ടിടം പണിയുടെ, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതലക്കാർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരോട് കൂടി ചോദിക്കാം.